വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടെയാണ്. ചില ആൾക്കാർക്ക് ഫ്ലാറ്റ് നിപ്പിൾസ് അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിൾസ് ഉണ്ടാവും. എല്ലാ വർഷവും ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ്. എന്തിനാണ് ബ്രസ്റ്റ് ഫീഡിംഗ് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു വീക്ക്? ബ്രസ്റ്റ് ഇസ് ദ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ആദ്യത്തെ 6 മാസം കൊടുക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ഫോർമുല ഫീഡ് മാത്രം കൊടുത്തുകൂടാ? ആവശ്യത്തിന് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ ഫോർമുല ഫീഡിലും കിട്ടും. പക്ഷേ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്, ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലൻസ്, ആൻറ്റിബോഡീസ് ഒക്കെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു മദർ ടു ബേബി ബോണ്ടിങ് ഫോം ചെയ്യാനും ബ്രസ്റ്റ് മിൽക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രഗ്നൻസിക്ക് ശേഷമുള്ള വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഒരുപാട് കാലം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടെയാണ്. ഒരു ഫസ്റ്റ് ടൈം മദറിന്, ആദ്യമായി അമ്മയാകുന്ന സ്ത്രീക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. എങ്ങനെ ബ്രസ്റ്റ് ഫീഡ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, ഏത് പൊസിഷനിൽ ഇരിക്കണം, ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഐഡിയലി എപ്പോൾ തുടങ്ങണം? ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഈ ബ്രസ്റ്റ് ഫീഡിങ് പ്രിപ്പറേഷൻസ്. ചില ആൾക്കാർക്ക് ഫ്ലാറ്റ് നിപ്പിൾസ് അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിൾസ് ഉണ്ടാവും. അത് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഒരു 8-8.5 മാസം തൊട്ട് തന്നെ നമുക്ക് നിപ്പിൾ ഫോർമർ എന്ന് പറയുന്നൊരു ഇത് വാങ്ങാൻ കിട്ടും. ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അത് യൂസ് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിപ്പിൾ ക്രീംസ് നിപ്പിളിൽ റെഗുലറായിട്ടൊരു 8.5 മാസം തൊട്ട് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ നിങ്ങളുടെ കൺസൾട്ടൻറ്റിനോട് ഡെലിവറിക്ക് മുമ്പ് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഹാപ്പി ബ്രസ്റ്റ് ഫീഡിങ്.